ഞാനൊരുവാകും മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു. ഉള്ളതുപോലറിഞ്ഞിടും, ഉള്ളം കൈയാൽ താങ്ങിടും ഉന്നതനാമുടയവനേ. ഉള്ളതുപോലറിഞ്ഞിടും, ഉള്ളം കൈയാൽ താങ്ങിടും ഉന്നതനാമുടയവനേ. യേശുവേ മാറാത്തമിത്രമേ, യേശുവേ ഉയരത്തെ ഉയരാതെ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 31 അധ്യായം 16 വാക്യത്തിൽ മറ്റൊരു പ്രസ്താവന പറയുന്നത്, ശ്രേഷ്ഠതയുടെയും അധികാരത്തിൻ്റെയും ഉന്നമനങ്ങളുടെയും നന്മകളുടെയും ഒക്കെ പശ്ചാത്തലത്തിലൂടെ ജീവിച്ചു പോകുന്ന നിങ്ങൾ ആരോരുമില്ലാത്ത വിധവമാരായ ആളുകളുടെ അപേക്ഷകളോടുള്ള പ്രതികരണങ്ങൾ എങ്ങനെ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടി ഈ വാക്യത്തിനുള്ളിൽ ഓർപ്പിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 18 അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാൽ, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ജീവിച്ചിരുന്നു എന്നും ആ പട്ടണത്തിൽ തന്നെ ഒരു വിധവയുണ്ടായിരുന്നു. ആ വിധവയായ സ്ത്രീ ആ ന്യായാധിപൻ്റെ അരികിൽ ചെന്ന് അവളുടെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി അവളെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ ന്യായാധിപൻ ന്യായമായി ഒരു സഹായം ചെയ്തു കൊടുക്കുമെന്നോർത്ത് അവൾ ആ ന്യായാധിപനിൽ ആശ്രയം വെച്ച് കണ്ണ് നട്ട് കാത്തിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഒരു സമയം വരെയും ആ ന്യായാധിപന് ആ വിധവയോട് കരുണ കാണിച്ചില്ല. അവളുടെ അപേക്ഷ കേട്ട് ന്യായമായൊരു വിധി നടത്തിക്കൊടുത്തില്ല. എങ്കിലും പിന്നത്തേതിൽ ആ ന്യായാധിപന് വിധവയോട് കരുണ കാണിക്കുവാനിടയായത്, വിധവ എന്നെ അസഖ്യമാക്കിയതുകൊണ്ട് അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് പറഞ്ഞ് ആ ന്യായാധിപൻ അവളുടെ അപേക്ഷകൾക്കനുസരിച്ച് അവളെ സഹായിക്കുന്നതായ ഒരു ചിത്രമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ്റെ പോലും ഉള്ളിൽ ഒരു സമയം കഴിയുമ്പോൾ ഈ വിധവ വന്നെൻ്റെ മുഖത്തടിക്കും എന്ന് ചിന്തിച്ച് അവളുടെ അപേക്ഷകൾ കേട്ട് അവൾക്ക് കാര്യങ്ങൾ സാധിപ്പിച്ചു നൽകിയെങ്കിൽ, സകല മനുഷ്യരുടെയും സൃഷ്ടിതാവായ ദൈവം അനാഥരോടും ദരിദ്രന്മാരോടും വിധവമാരോടും അംഗവൈകല്യമുള്ളവരോടും ഒക്കെ കരുണയുള്ള ദൈവവും അവരുടെ അപേക്ഷകൾ കേൾക്കുന്ന ദൈവമാണെന്ന് തിരുവചനം ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആരോരുമില്ലാതെ 38 ആണ്ട് കുളക്കടവിൽ കിടക്കുന്ന മനുഷ്യനു വേണ്ടി അവിടെ കടന്നു ചെന്ന് അവനെയും വിടുവിപ്പാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയത്. ഉണ്ടായിരുന്ന മുതലുകളെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്ത് ദരിദ്രയായിത്തീർന്ന ആ രക്തസ്രാവമുള്ള സ്ത്രീയെ യേശു സൗഖ്യമാക്കിയത്, അവളുടെ അപേക്ഷ കേട്ടത് ദൈവത്തിന് അവളോടുള്ള കരുണയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ന്യായാധിപൻ പോലും വിധവയുടെ അപേക്ഷ കേട്ട് നൽകിക്കൊടുത്തെങ്കിൽ, അവർക്ക് പ്രതിക്രിയ നടത്തിക്കൊടുത്തെങ്കിൽ, നമ്മും ജീവിതത്തിൽ ദൈവത്തെ ഭയപ്പെടുന്നെങ്കിൽ ദരിദ്രന്മാരോടുള്ള കടപ്പാടുകൾ, സാധുക്കളോടുള്ള കടപ്പാടുകൾ,
വിധവമാരോടുള്ള കടപ്പാടുകളൊക്കെ നിറപടിയായി ചെയ്തു കൊടുക്കുവാൻ നാം കടപ്പെട്ടവരെന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്യുവാൻ വേണ്ടി നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതിൻ്റെ കേൾവിക്കാരായ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യുവാൻ, അത് നിറപടിയായി ചെയ്യുവാൻ, അത് വിശ്വസ്തയോടെ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോട് അപേക്ഷിക്കുന്നവൻ്റെ അപേക്ഷകൾ കേട്ട് ന്യായമായൊരു വിധി പറയുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.